بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തുൻ നബ പൂർത്തിയാക്കി. അൽഹംദുലില്ലാ. അടുത്ത സൂറത്തുൻ നാസിആത്താണ്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അതുപോലെ മറ്റ് പല മുഫസ്സിരീങ്ങളും അക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇത് മക്കിയായ സൂറത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ അവസാനത്തെ ജുസിലുള്ള അധിക സൂറത്തുകളും മക്കിയാണ്. ഈ സൂറത്തിൻ്റെ മഖ്സദ്, അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? ഈ സൂറത്തിലെ ആയത്തുകളും ഇതിൽ പരാമർശിക്കുന്ന വിഷയങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രധാനമായും ഈ സൂറത്തിൽ പറയുന്ന വിഷയം, ഈ സൂറത്തിൽ ലക്ഷ്യം വെക്കുന്ന വിഷയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തഹ്വീലു അംരിൽ ആഖിറ, ആഖിറത്തിൻ്റെ കാര്യം, പരലോക ജീവിതത്തിൻ്റെ ഗൗരവം, ഭയാനകത, അത് ബോധ്യപ്പെടുത്തുക. മഅൽ ഹസ്സി അലാ അഖ്ദിൽ ഇബ്റ, അതോടൊപ്പം ഈ സൂറത്തും അതുപോലെ മറ്റു പല സൂറത്തുകളുമായി അള്ളാഹു വിശദീകരിക്കുന്ന ആഖിറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനുള്ള പ്രോത്സാഹനം. ഇത് കേട്ടാൽ മാത്രം പോരാ, ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, ജീവിതത്തിൽ പകർത്താനുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. അതാണ് ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ സൂറത്തിൻ്റെ തുടക്കവും അതുപോലെ ഇതിൽ ആവർത്തിക്കപ്പെടുന്ന ചില വാക്കുകളും ചില ആയത്തുകളും ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്ത് തുടങ്ങുന്നത് മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മരണസന്ദർഭത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ, ഒരു മുഅ്മിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, കാഫിറിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇതാണ് സൂറത്തിൻ്റെ തുടക്കം. നമുക്കറിയാം, ആഖിറത്തിൻ്റെ തുടക്കമാണ് മരണം. മൻമാത്ത ഖാമത്ത് ഖിയാമത്തുഹു, മരിച്ചാൽ അതോടുകൂടി അവൻ്റെ ഖിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞു. ആഖിറത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് മരണം എന്ന് പറയുന്നത്. അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ്. ആ ഖബറിലേക്കുള്ള തുടക്കമാണ് മരണം. അപ്പോൾ മരണം എങ്ങനെയായിരിക്കും എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. അത് വലിയൊരു മുസീബത്താണ് എന്ന് എല്ലാ മനുഷ്യരും അംഗീകരിച്ചിട്ടുള്ളതാണ് മരണം. ഫസാബത്കും മുസീബത്തുൽ മൗത്ത് എന്ന് ഖുർആൻ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും പേടിക്കുന്ന കാര്യമാണ് മരണം. അപ്പോൾ ആഖിറത്തിൻ്റെ ഭയാനകതയും ഗൗരവവും ബോധ്യപ്പെടുത്താനുള്ള സൂറത്തായതുകൊണ്ട് ദുനിയാവിൽ നമുക്കറിയുന്ന ഒരു ഭയാനകതയാണ് മരണം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. തങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ, മരണത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഖബറിലെയും അതുപോലെ അതിന് ശേഷമുള്ള നരകത്തിലെ ശിക്ഷയും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ നമുക്ക് പരിചയമുള്ളതാണ് മരണം. അപ്പോൾ അതിനോട് ഖിയാസാക്കിയാൽ മതി. ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ പ്രയാസമായിരിക്കും നിഷേധികൾക്ക് എന്നാണ് ഈ വിഷയം തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ സൂറത്തിലെ ചില ആയത്തുകൾ, ചില ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഫിറഔനെ അള്ളാഹു ശിക്ഷിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ, തീർച്ചയായും അതിൽ ഒരു ഗുണപാഠമുണ്ട്, ഇബ്റത്തുണ്ട് ലിമൻ യഖ്ഷ, അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേൾക്കുന്ന ചരിത്ര സംഭവങ്ങളും അതുപോലെ ഈ സൂറത്തിൽ മറ്റെല്ലാ സൂറത്തുകളിലും അള്ളാഹു സംസാരിക്കുന്ന അവൻ്റെ ഈ ആയത്തുകളും ഇതൊക്കെ കേട്ടാൽ, ഇതൊക്കെ കേൾക്കുന്നതിൻ്റെ വായിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൽ നിന്നുള്ള ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണപാഠം. അബറ എന്ന് പറഞ്ഞാൽ മുറിച്ച് കടന്നു എന്നാണ് അറബി ഭാഷയിൽ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ വായിക്കുന്ന സംഭവം അത് വായിച്ച് അവസാനിപ്പിക്കാതെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അതാണ് ഇഅ്തിബാർ എന്ന് പറയുന്നത്, ഗുണപാഠം ഉൾക്കൊള്ളൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം, ഈ വിവരിക്കപ്പെടുന്ന ആയത്തുകളുടെയൊക്കെ ലക്ഷ്യം അതിൽ നിന്നുള്ള ഗുണപാഠം നമ്മൾ ഉൾക്കൊള്ളലാണ് എന്ന് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. അതുപോലെ തന്നെ വീണ്ടും അന്ത്യനാളിൻ്റെ സമയത്തെക്കുറിച്ച്, എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന മുശ്രിക്കുകളെക്കുറിച്ച് ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞു ഇന്നമ അൻത മുൻദിറു മൻ യഖ്ഷാഹ, ഈ അന്ത്യനാളിനെ, അന്ത്യദിനത്തെ പേടിക്കുന്നവരെ, അതിനോട് പേടിയുള്ള, പരലോകത്തെക്കുറിച്ച് പേടിയുള്ള ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന ഉത്ബോധകൻ മാത്രമാകുന്നു താങ്കൾ. അപ്പോൾ അവിടെയും
അള്ളാഹു പഠിപ്പിക്കുന്ന ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉപകരിക്കുക അള്ളാഹുവിനെ പേടിയുള്ള ആളുകൾക്കായിരിക്കും എന്ന് പറഞ്ഞു, ഈമാനുള്ള ആളുകൾക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഈ വഹി കൊണ്ട്, ഖുർആൻ കൊണ്ട്, ഇതിലെ സൂറത്തുകൾ കൊണ്ട് ഉപകാരമെടുക്കണം, അത് ഉപകാരമുണ്ടാവാൻ എന്ത് വേണം എന്നതൊക്കെ പറയുന്നു. അപ്പോൾ ഈ സൂറത്തിൻ്റെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കാം. ഒന്ന്, പരലോകത്തിൻ്റെ കാര്യം, അതിൻ്റെ ഗൗരവം. രണ്ടാമത്തേത്, ഈ ഗൗരവമുള്ള പരലോകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഈ സൂറത്തുകൾ, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അതിൽ നിന്നുള്ള ഗുണപാഠം നമ്മൾ ഉൾക്കൊള്ളലാണ് എന്ന് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഉപയോഗിച്ചുള്ള ചില വാക്കുകൾ, ഇപ്പോൾ അന്ത്യദിനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഫൈദ ജാഅത്ത് അത്താമ്മത്തുൽ കുബ്ര, ഫൈദ ജാഅത്ത് അത്താമ്മത്തുൽ കുബ്ര. അന്ത്യദിനത്തെക്കുറിച്ച് ഉപയോഗിച്ച വാക്ക് അത്താമ്മത്തുൽ കുബ്ര. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തുമ്പോൾ പറയും. പക്ഷേ സൂറത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കാം. ത്വാമത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ദുരന്തം എന്നാണ് അർത്ഥം. എല്ലാ വസ്തുക്കളെയും ബാധിക്കുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ ദുരന്തം. ത്വമ്മ എന്ന് പറഞ്ഞാൽ അറബിയിൽ സാധാരണ പ്രയോഗിക്കും ത്വമ്മൽ ബിർ. ഒരു കിണറിനെ മണ്ണിട്ട് മൂടിയാൽ, അത് അടച്ച് മൂടിയാൽ അതിനെ നിദഫനൽ ബിർ എന്ന അർത്ഥത്തിൽ ത്വമ്മൽ ബിർ എന്ന് പറയും. അപ്പോൾ എന്താണ്? ആ കിണറിനെ കാണാനുണ്ടാവില്ല, ആ കിണറിനെ പൂർണ്ണമായിട്ടും മറച്ചു കളയും ഈ മണ്ണിട്ട് മൂടുന്നതോടുകൂടി. അതുപോലെ ഈ ലോകത്ത് അന്ത്യദിനത്തിൻ്റെ ഭയാനകത ബാധിക്കാത്ത ആരും ഉണ്ടാവുകയില്ല, എല്ലാവരെയും അത് വലയം ചെയ്യുന്ന സംഭവമായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഒരു പേടി ഉണ്ടാക്കുന്ന വാക്കാണ്. ആ വാക്കിൻ്റെ മഖ്റജുകൾ തന്നെ ത്വാ എന്നുള്ള ഹർഫ്, അത് വായ നിറച്ച് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. അതുപോലെ മീമിന് ഷദ്ദുണ്ട്, അതുപോലെ അതിൽ മദ്ദുണ്ട്. ഫൈദ ജാഅത്ത് ത്വാമ്മ, അത് അറബിയിൽ തജ്വീദിൽ മദ് ലാസിം എന്ന് പറയും. നിർബന്ധമായും 6 അക്ഷരം, 6 ഹറക്കത്ത്. 6 ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിരൽ മടക്കുന്ന ആ സമയത്തിനാണ് ഒരു ഹറക്കത്ത് എന്ന് പറയുക തജ്വീദിൽ. കൈ നമ്മളിങ്ങനെ ചുട്ടിപ്പിടിക്കുന്ന അതിന് വേണ്ട സമയം. അപ്പോൾ അങ്ങനെ 6 പ്രാവശ്യം ചെയ്യുന്ന അത്രയും സമയം വേണം, ഏറ്റവും വലിയ മദ്ദാണ്. അപ്പോൾ ആ സംഭവത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണിത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ സൂറത്തിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യവും അതിൻ്റെ പൊതുവായ താല്പര്യവും ഇതാണ്: പരലോകത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക, അതുപോലെ പരലോകത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവസാനിപ്പിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം, അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണം എന്ന കാര്യവും. ഈ 2 കാര്യങ്ങളാണ് സൂറത്തിൻ്റെ മഖാസിദ്, അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് ഈ സൂറത്തിൽ പറയുന്ന വിഷയങ്ങൾ നോക്കാം. ഒന്നാമതായി ഈ സൂറത്തിൽ പരലോകത്തെക്കുറിച്ച് സൂറത്ത് നബയിൽ പറഞ്ഞതുപോലെ തന്നെ മരണശേഷം ഒരു ജീവിതം വരാനുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. അതിനുശേഷം അങ്ങനെയുള്ള പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയും തുടർന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ഒന്നാമതായി സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് പരലോക ജീവിതം, മരണാനന്തര ജീവിതമുണ്ട് എന്ന കാര്യം. അത് ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കാരണം നമ്മൾ പറഞ്ഞു, മരണമാണ് തുടക്കം. ആ മരണ സന്ദർഭത്തിൽ മനുഷ്യർ 2 തരത്തിലായിരിക്കും. എല്ലാവരും ഒരുപോലെയല്ല മരിക്കുക. ഒരു മുഅ്മിൻ്റെ മരണവും ഒരു ഫാജിറിൻ്റെ, കാഫിറിൻ്റെ മരണവും രണ്ടും 2 രൂപത്തിലായിരിക്കും. അതാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നത്. ആദ്യം കാഫിറിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധമുണ്ടാകും സൂറത്തിൻ്റെ തുടക്കത്തിന്. അപ്പോൾ സൂറത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മരണാനന്തര ജീവിതത്തിൻ്റെ ഗൗരവം, ഭയാനകത വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഭയാനകമായ രീതിയിൽ മരിക്കുന്നത് കാഫിറായിരിക്കും. ഈ ആയത്തുകൾ നമുക്ക് നോക്കാം. വന്നാസിആതി ഗർഖ. നസഅ എന്ന് പറഞ്ഞാൽ വലിച്ചു ഊരിയെടുത്തു എന്നാണ്. ഗർഖ് എന്ന് പറഞ്ഞാൽ അഗ്റഖ എന്ന വാക്കിൻ്റെ ഇസ്മുൽ മസ്തറാണ്. അതാണ് അഗ്റഖ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ആഴത്തിലേക്ക് പോയി. അഗ്റഖ ഫിൽ ജിദാൽ എന്ന് പറയും, തർക്കത്തിൽ വളരെ ആഴത്തിൽ പോയി തർക്കിച്ചു. അതുപോലെ അഗ്റഖ ഫി അത്തിജാറ, കച്ചവടത്തിൽ വളരെ ആഴത്തിലേക്ക് പോയി. അപ്പോൾ ഏതൊരു കാര്യത്തിലും ആഴത്തിലേക്ക് പോകുന്നതാണ് അഗ്റഖ എന്ന് പറയുക. അങ്ങനെ പോകുന്ന ആ പോകൽ എന്നാണ് ഗർഖ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വന്നാസിആതി ഗർഖ എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പോയി ഊരിയെടുക്കുന്നവരാണ് സത്യം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മരണത്തിൻ്റെ മലക്കുകളെക്കുറിച്ചാണ്, മലായികത്തുൽ മൗത്ത്. വന്നാശിതാതി നഷ്ത. രണ്ടാമത്തെ ആയത്തിൽ ഒരു മുഅ്മിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വന്നാശിതാതി നഷ്ത. നഷത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം, ആഴത്തിൽ പോയി വലിച്ചൂരിയെടുക്കുക എന്നതിൻ്റെ വിപരീതമായ
പ്രയോഗമാണ്. നശത്ത എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കാര്യം ചെയ്തു എന്നാണ് നശത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വന്നാശിത്താത്തി നഷ്ത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് റൂഹിനെ പിടിക്കുന്നവർ, പെട്ടെന്ന് തന്നെ ഒരു പ്രവൃത്തി ചെയ്തു തീർക്കുന്നവർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഉദ്ദേശിക്കുന്നത് റൂഹ് പിടിക്കുന്ന മലക്കുകൾ. രണ്ടും മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ അവന് ഇഷ്ടമുള്ള വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്യും. നമുക്ക് സത്യം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ അനുവാദമുള്ളൂ. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്കുത്ത്. ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അഷ്റക്. ആരെങ്കിലും അള്ളാഹു അല്ലാത്ത വല്ല വസ്തുവിൻ്റെയും പേരിൽ സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് കാണാം. ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത്. അത് വലിയ ഷിർക്കാവും. എപ്പോൾ അള്ളാഹുവിനെ പോലെ ഉപദ്രവിക്കാൻ സത്യം ചെയ്ത് കളവ് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും. അതുപോലെ ഇവർക്കും കഴിയും എന്ന് വിശ്വസിച്ചാൽ അത് വലിയ ഷിർക്കാവുകയും ചെയ്യും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ല അൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖൻ. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് നുണ പറയുന്നതാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശരിക്ക് സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. സത്യം പറഞ്ഞ് സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് കളവ് പറയുക എന്നുള്ളത് വൻപാപമാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ പാപമാണ്. പക്ഷേ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യസന്ധമായി തന്നെ സത്യം ചെയ്താലോ അത് ശിർക്കാണ്. അപ്പോൾ ഒരാൾ പറയാണ്, വല്ലാഹി ഞാനിപ്പോൾ ഉറങ്ങുകയാണ്, നിലവിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ്. അല്ലെങ്കിൽ വല്ലാഹി ഞാനിപ്പോൾ ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞാൽ വൻപാപമാണ്, ഞാനിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ. നേരെ മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം, അല്ലെങ്കിൽ ബദരീങ്ങളാണ് സത്യം, ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലോ അത് ഷിർക്കാണ്. അപ്പോൾ ഷിർക്കിനാണ് വൻപാപത്തേക്കാളും ഗൗരവം എന്ന് മനസ്സിലാക്കാം. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു ആണെങ്കിൽ അവൻ്റെ സൃഷ്ടികളിൽ അവന് ഇഷ്ടമുള്ളതിനെ കൊണ്ട് സത്യം ചെയ്യും. കാരണം എന്താണ്? അള്ളാഹു സത്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ഏത് വസ്തുവിനെ കൊണ്ടാണോ സത്യം ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. രണ്ടാമത്തേത്, സത്യം ചെയ്തിട്ട് അവൻ പറയുന്ന കാര്യം എന്താണ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ അർത്ഥമേ ഉള്ളൂ. ഇനി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല സത്യം ചെയ്ത് പറയുന്ന ആയത്തുകൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ? സാധാരണ നമ്മൾ എപ്പോഴാണ് സത്യം ചെയ്യുക? അല്ലെ, നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളൊക്കെ പലരോടും പല കാര്യങ്ങളും സംസാരിക്കും. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടോ? വളരെ അപൂർവമാണ്. നമ്മൾ പറയാറില്ല, വളരെ അപൂർവമാണ്. അങ്ങനെ അമിതമായി സത്യം ചെയ്യാൻ പാടില്ല താനും. ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കാത്തവരായ ആളുകൾ പരലോകത്ത്, അള്ളാഹു ചില ആളുകൾ തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പാപങ്ങളെക്കുറിച്ച് പറയുന്നു. ആ കൂട്ടത്തിൽ അൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫ്, അൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നയാൾ എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ കള്ളസത്യം അല്ലെങ്കിൽ തന്നെ സത്യം പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ കൂടെ വല്ലാഹി എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനുള്ള തഅലീം, അള്ളാഹുവിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. നമ്മുടെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല അള്ളാഹുവിൻ്റെ ഇസ്മ്, അള്ളാഹ് എന്നുള്ള പേര്. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ കാണാം, ഖിയാമത്ത് നാളിന് അടുത്ത് അവസാന കാലത്ത് വരുന്ന ചില ആളുകളെക്കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, യഹ്ലിഫൂന വലാ യുസ്തഹ്ലഫൂൻ. അവരോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ അവർ സത്യം ചെയ്യും. ഒരാൾ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യം വിശ്വസിക്കുന്നില്ല, നീ സത്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്ന് പറയാം. പക്ഷേ ഇങ്ങോട്ട് ആരും ചോദിക്കാതെ സത്യം ചെയ്യുക എന്നുള്ളത് അത് മക്രൂഹാണ്, നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, സത്യം ചെയ്യുക എന്നുള്ളത് സാധാരണ തന്നെ നമ്മൾ പ്രയോഗിക്കുന്നത് കുറവാണ്. ദീനിലും അത് പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. എപ്പോഴാണ് പിന്നെ സത്യം ചെയ്യുക? അത്രയും ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ? അപ്പോൾ ഖുർആൻ ഓതുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും? ഒരിക്കലുമില്ല. പിന്നെ എന്തുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു? അപ്പോൾ അത്രയും ഗൗരവമുള്ള കാര്യമാണ് ഈ സത്യം ചെയ്ത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കാഫിറിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ആയത്തിൽ ഒരു മുഅ്മിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആനിൽ മറ്റ് ആയത്തുകളിൽ അല്ലാഹു തആല വിശദീകരിച്ചത് കാണാം. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറയുകയാണ്, അക്രമികളായ ആളുകൾ അവർ ആ മരണത്തിൻ്റെ വേദനയിൽ സക്രാത്തിൽ ആയിരിക്കുന്ന സന്ദർഭം നീ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? വൽ മലായികത്തു ബാസിതു ഐദീഹിം, മലക്കുകൾ കൈ നീട്ടിപ്പിടിച്ചിരിക്കും, അഥവാ കൈ നീട്ടിക്കൊണ്ട് അടിക്കുകയായിരിക്കും. അഖ്രിജു അൻഫുസക്കും, നിങ്ങളുടെ റൂഹ് നിങ്ങൾ പുറത്തു വിടുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിക്കുന്നുണ്ടാകും. അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിനെക്കുറിച്ച്
നിങ്ങൾ ഹക്കല്ലാത്തത് ബാത്തിലായ കാര്യം പറഞ്ഞത് നിമിത്തം നിങ്ങൾക്ക് ഇന്ന് നിന്ദ്യതയുടെ ശിക്ഷയുണ്ട്. അപ്പം മരിക്കുന്ന അന്ന് തന്നെ അവർ ശിക്ഷ തുടങ്ങി. അവരെ അടിച്ചുകൊണ്ടാണ് അവരുടെ റൂഹ് മലക്കുകൾ പിടിക്കുക. വകുന്തും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച് ആ ആയത്തുകൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കരിച്ച് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നിന്ദ്യതയുടെ ശിക്ഷയാണ് നിങ്ങൾക്കുണ്ടാവുക. അതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, വലൗ തറ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകൾ കാഫിറുകളുടെ റൂഹ് പിടിക്കുന്നത് നീ കണ്ടിരുന്നെങ്കിൽ. എങ്ങനെയാണ് ആ റൂഹ് പിടിക്കുക? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്, അവരുടെ മുഖവും പിറകുവശവും അടിച്ചുകൊണ്ടായിരിക്കും. ആലോചിച്ച് നോക്ക്, മുഖത്തടിച്ചുകൊണ്ട് കൊല്ലുക, എത്ര നിന്ദ്യമായ അവസാനമാണ്. അങ്ങനെയായിരിക്കും മലക്കുകൾ അവരെ കൊല്ലുക. എന്നിട്ട് അവരോട് പറയും വദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ കത്തുന്ന ശിക്ഷ, നരകശിക്ഷ ആസ്വദിച്ചു കൊള്ളുക, അതാണ് ഇനി ബാക്കി കിട്ടാനുള്ളത് എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇത് വിശദീകരിച്ചത് കാണാം. ഇമാം അഹ്മദും അതുപോലെ ഹാക്കിം റഹിമഹുമുള്ള അവരൊക്കെ ഉദ്ധരിച്ചതും, അതുപോലെ പല പണ്ഡിതന്മാരും ഇമാം ഇബ്നു മന്ദ റഹിമഹുല്ല, അതുപോലെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അവരൊക്കെ സഹീഹാക്കിയിട്ടുള്ള ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, കാഫിറായ ഒരു അടിമ അവൻ ദുനിയാവ് അവസാനിക്കുന്ന സമയമായാൽ അഥവാ മരണ സന്ദർഭമായാൽ, നസല ഇലൈഹി മിനസ് സമാഇ മലായിക, ആകാശത്ത് നിന്ന് അവിടെ മലക്കുകൾ ഇറങ്ങി വരും. സൂദുൽ വുജൂഹ്, എങ്ങനെയുള്ള മലക്കുകളാണ്? അവരുടെ മുഖം കറുപ്പ് നിറമായിരിക്കും, കറുത്ത നിറമുള്ള മലക്കുകൾ ഇറങ്ങി വരും. വമഅഹുമുൽ മുസൂഹ്, അവരുടെ കയ്യിൽ മുസൂഹ് ഉണ്ടായിരിക്കും. മുസൂഹ് എന്ന് പറഞ്ഞാൽ മിസ്ഹുൻ എന്നുള്ളതിന് ജമാണ്. മിസ്ഹ് എന്ന് പറഞ്ഞാൽ വളരെ പരുപരുത്ത വസ്ത്രം, മിനുസമില്ലാത്ത, ശരീരത്തിൽ ധരിക്കുമ്പോൾ സുഖമില്ലാത്ത തരത്തിലുള്ള വസ്ത്രം. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, അങ്ങനെ ഇയാളുടെ മുന്നിലായിക്കൊണ്ട് അയാളുടെ കണ്ണെത്തുന്ന ദൂരത്ത്, അയാൾക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് ഈ മലക്കുകൾ അവിടെ ഇരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, അങ്ങനെ അവരവിടെ വന്ന് ഇരുന്നതിന് ശേഷം മലക്കുൽ മൗത്ത് വരും. ഹത്ത യജ്ലിസ ഇൻദ റഅസിഹി, അങ്ങനെ മലക്കുൽ മൗത്ത് ഈ മരണാസന്നനായ വ്യക്തിയുടെ തല ഭാഗത്ത് ഇരിക്കും. ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീഥ, അല്ലയോ വൃത്തികെട്ട ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തില്ലാഹി വഗളബ്, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും വെറുപ്പിലേക്കും നീ ഇറങ്ങിക്കൊള്ളുക. അള്ളാഹുവിൻ്റെ കോപമാണ് നരകശിക്ഷ എന്ന് പറയുന്നത്, അതിലേക്ക് പുറപ്പെട്ടുകൊള്ളുക എന്ന് പറയും. ഫതഫറഖു ഫീ ജസദിഹി, അങ്ങനെ മലക്കുകൾ അവിടെ വന്നിരുന്ന ഈ മലക്കുകളുണ്ടല്ലോ, അവർ ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇറങ്ങിപ്പോകും. ആ ശരീരത്തിൽ അവർ പല ഭാഗങ്ങളിലേക്കായി ഇറങ്ങിച്ചെല്ലും. ഈ ആദ്യം വന്ന മലക്കുകളാണ് വന്നാസിആത്ത് എന്ന് ഇവിടെ പറഞ്ഞത്. അവർ അവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കും. അല്ല, ഇപ്പോൾ ചില ആളുകൾ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം മലക്ക് ശരീരത്തിൽ പ്രവേശിക്കുന്ന ഖുർആനിലാണ് പറയുന്നത്. അപ്പോൾ അതിനവരെങ്ങനെയാണ് മനസ്സിലാക്കുക? അതും ദുനിയാവിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്, പരലോകത്തല്ല. ഫതഫറഖു ഫീ ജസദിഹി, ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ഇതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റാത്തൊക്കെ നിഷേധിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കേണ്ടി വരും. അത് ദീനിൽ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളല്ല, ദുനിയാവിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് അല്ലാഹു ആലം. അങ്ങനെ മലക്കുകൾ അവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കും. ഫയൻതസിഉഹ, അങ്ങനെ മലക്കുൽ മൗത്ത് ഈ റൂഹ് വലിച്ചെടുക്കും. കമാ യുൻതസഉ സഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, സഫൂദ് എന്ന് പറഞ്ഞാൽ മാംസം ചുട്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പിനാണ് സഫൂദ് എന്ന് പറയാം. അതിന് ശാഖകളുണ്ടാകും, നേരെ ഒരു കമ്പി ഉണ്ടാകും, അതിൻ്റെ വശങ്ങളിലേക്ക് ചെറിയ ചെറിയ കമ്പികളുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു വടിക്കാണ്, ഒരു കോലിനാണ്, ഇരുമ്പിൻ്റെ ദണ്ടിനാണ് സഫൂദ് എന്ന് പറയുക. അത് മിനസ്സൂഫി അൽ മബ്ലൂൽ, നനഞ്ഞ സൂഫ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രോമം, ഈ കമ്പിളിയുടെ ഈ രോമം, ഈ രോമത്തിൽ നിന്ന്, മൃഗങ്ങളുടെ ഈ രോമത്തിൽ നിന്ന് അത് നിറച്ച് വെച്ച ഒരു ചാക്കിലേക്ക് ഇങ്ങനെ ഒരു കൊളുത്തുകളുള്ള ഒരു കമ്പി പ്രവേശിപ്പിച്ചിട്ട്, നനഞ്ഞ രോമമാണുള്ളത്, അത് വലിച്ചെടുത്താൽ എങ്ങനെയായിരിക്കും പുറത്തു വരിക? അതുപോലെ ആയിരിക്കും ഇവൻ്റെ റൂഹ് പുറത്തു വരുന്നത്. ഫയഖുദുഹ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റൂഹ് എന്ന് പറയുന്നത് ഒരു തടിയാണ്, ഒരു ധാത്താണ്, അതിനൊരു സത്തയുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് നിഷേധിക്കുന്ന ബിദ്അത്തിൻ്റെ കക്ഷികളുണ്ട്. പക്ഷേ അഹ്ലുസുന്നത്തിൻ്റെ അഖീദ റൂഹ് എന്ന് പറയുന്നത് ഒരു ജിസ്മ് തന്നെയാണ്, ഒരു സത്ത തന്നെയാണ്. അങ്ങനെ ഈ
രോമങ്ങളിൽ നിന്ന് ഈ കൊളുത്തുകൾ ഉള്ള ഈ കമ്പി സഫൂദ് വലിച്ചെടുക്കുന്നത് പോലെയായിരിക്കും അവൻ്റെ റൂഹ് പുറത്തു വരിക. ഫയഖുദുഹ, അങ്ങനെ മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ സ്വീകരിക്കും. ഫൈദ അഖദഹ ലം യദഊഹ ഫി യദിഹി തർഫത ഐൻ ഹത്ത യജ്അലൂഹ ഫി തിൽക്കൽ മുസൂഹ്. അങ്ങനെ ഈ മലക്കുകൾ എടുത്തു കൊടുത്ത ആത്മാവ് മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ ഒരു നിമിഷം പോലും വെക്കാൻ മറ്റുള്ള മലക്കുകൾ അനുവദിക്കുകയില്ല. മലക്കുൽ മൗത്ത് സ്വീകരിച്ചതോടുകൂടി തന്നെ അവരത് മറ്റുള്ള മലക്കുകൾ തിരിച്ചു വാങ്ങി നേരത്തെ കൊണ്ടുവന്ന ഈ പരുക്കനായിട്ടുള്ള വസ്ത്രത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞതുപോലെ, അങ്ങനെ വളരെ മോശമായ അവസ്ഥയുള്ളൊരു തുണി, പരുക്കനായിട്ടുള്ളൊരു തുണിയിലാണ് ഈ ആത്മാവിനെ പൊതിയുന്നത്. വയഖ്റുജു മിൻഹ, അങ്ങനെ ഈ ആത്മാവിൽ നിന്ന് പുറത്തു വരും. ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ആ ആത്മാവിൽ നിന്ന് പുറത്തു വരും. കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്, ഭൂമിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുർഗന്ധം വമിക്കുന്ന ജീഫത്ത്, ശവശരീരം അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുർഗന്ധമാണ് ഏറ്റവും വലിയ ദുർഗന്ധം. ചത്ത മൃഗങ്ങൾ നമുക്കറിയാം. അങ്ങനെ ദുനിയാവിൽ ചത്തുപോയ മൃഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ദുർഗന്ധത്തിൽ വെച്ച് ഏറ്റവും മോശമായ ദുർഗന്ധം ഈ റൂഹിൽ നിന്ന് പുറത്തു വരും. ഫയസ്അദൂന ബിഹ, അങ്ങനെ ഈ മലക്കുകൾ അവനെ കൊണ്ട് ആകാശത്തേക്ക് പോകും. ദീർഘമായ ഹദീസാണ്. അപ്പോൾ ഇതാണ് വന്നാസിആത്തി ഖർഖ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൽ പറഞ്ഞ ഈ കറുത്ത മുഖമുള്ള വിരൂപികളായിട്ടുള്ള ആ മലക്കുകളാണ് വന്നാസിആത്തി ഖർഖ എന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നേരെ തിരിച്ച് മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ മരണം, വന്നാശിത്താത്തി നഷ്ത എന്ന് പറഞ്ഞു. മലക്കുകൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തീർക്കുന്ന ഒരു പരിപാടിയായിരിക്കും മുഅ്മിൻ്റെ റൂഹ് പിടിക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് എന്നൊരു ഹദീസിൽ കാണാം. ഇതേ ഹദീസിൽ തന്നെ, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ, ഒരു മുഅ്മിൻ തൻ്റെ ദുനിയാവിലെ ജീവിതം അവസാനിച്ച് ആഖിറത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായാൽ നസല ഇലൈഹി മലായികത്തു മിനസ് സമാഇ ബീദുൽ വുജൂഹ്, നേരെ തിരിച്ച് വളരെ പ്രസന്നവദനന്മാരായിട്ടുള്ള വെളുത്ത മുഖമുള്ള മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. കഅന്ന വുജൂഹഹും അശ്ശംസ്, അവരുടെ മുഖം സൂര്യനെ പോലെയായിരിക്കും, അത്രയും മനോഹരമായിരിക്കും. അല്ല, അറബികൾ ഭംഗിയുള്ള വസ്തുക്കളെ സൂര്യനോട് ഉപമിക്കും. അവരുടെ മുഖം സൂര്യനെ പോലെയായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫൻ കൊണ്ടുവന്നിട്ടുണ്ടാകും. നമ്മൾ മരിച്ചാൽ മയ്യത്തിനെ പൊതിയുന്ന വസ്ത്രത്തിനാണ് കഫൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉള്ള കഫൻ വസ്ത്രം അവർ കൊണ്ടുവന്നിരിക്കും. വ ഹനൂത്തും മിൻ ഹനൂത്തുൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, സ്വർഗത്തിൽ നിന്ന് ഉള്ള സുഗന്ധം അവർ കൊണ്ടുവന്നിരിക്കും. ഹത്ത യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ മുന്നിൽ അവരിയ്ക്കും, മലക്കുൽ മൗത്ത് വരും. അങ്ങനെ ഇവൻ്റെ റൂഹ് മലക്കുകൾ പിടിക്കും. ആ പിടിക്കുന്ന സമയത്ത് എന്താണ് പറയുക? നേരത്തെ അയ്യത്തുഹൽ അന്നഫ്സുൽ ഖബീസ, വൃത്തികെട്ട ആത്മാവ് എന്ന് വിളിച്ചതിന് പകരം അയ്യത്തുഹൻ നഫ്സു തയ്യിബ, അല്ലയോ നല്ല ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക എന്ന് പറയുന്നതിന് പകരം ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം, അള്ളാഹുവിൽ നിന്നുള്ള റിദ്വാൻ, തൃപ്തി, അതിലേക്ക് നീ പുറപ്പെട്ടുകൊള്ളുക എന്ന് പറയും. ഫതഖ്റുജു, അങ്ങനെ ഈ ആത്മാവ് പുറത്തു വരും. ഏതുപോലെ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ചാക്കിൽ പഞ്ഞി നിറച്ചിട്ട് അതിൽ നിന്ന് ഒരു കൊളുത്തുള്ള കോല് വലിച്ചെടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞു. അതിന് പകരം ഇവിടെ എങ്ങനെയാണ്? കമാ തസീലു അൽ ഖത്രതു മിൻ ഫിയ്യിസ് സിഖാ, ഒരു തോൽപാത്രത്തിൻ്റെ വായിൽ നിന്ന്, പണ്ട് കാലത്ത് വെള്ളം സൂക്ഷിക്കാൻ വേണ്ടി തോൽപാത്രം ഉണ്ടാക്കുമ്പോൾ അതിന് ഇന്നത്തെ നമ്മുടെ ടാപ്പ് പോലെ, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് പോലെ ഓരോ ദ്വാരങ്ങളുണ്ടാക്കിയിരിക്കും. അതിൽ നിന്ന് ആ വെള്ളം പുറത്തു വരുന്നത് പോലെ വളരെ സുഗമമായി ഈ ആത്മാവ് പുറത്തു വരും. ഫയഖുദുഹ, അങ്ങനെ മലക്കുൽ മൗത്ത് ആത്മാവിനെ സ്വീകരിക്കും. അപ്പോൾ ഇതാണ് ഈ രണ്ടായത്തുകളിലായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മുഅ്മിനായ ഒരാളുടെ മരണം അത് മറ്റുള്ളവർ ദുഃഖിക്കുമെങ്കിലും അവൻ സന്തോഷത്തോടു കൂടിയാണ് മരിക്കുക. മുഅ്മിനായ മനുഷ്യൻ്റെ മരണം അവന് സന്തോഷമുള്ളതായിരിക്കും. എത്ര രോഗിയായി കാലങ്ങളോളം കിടന്നവനാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈ ആശ്വാസത്തിലായിരിക്കും മരിക്കുന്നത്. അടുത്ത ആയത്തിൽ മലക്കുകളുടെ തന്നെ വേറെ ചില സിഫത്തുകൾ അള്ളാഹു പറയുകയാണ്. വസ്സാബിഹാത്തി സബഹ, സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വസ്സാബിഹാത്തി സബഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരായ മലക്കുകൾ. അപ്പോൾ നീന്തി പോകുകയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും അവരുടെ സഞ്ചാരം. ഫസ്സാബിഖാത്തി സബഖ, അതുപോലെ അങ്ങനെ വേഗത്തിൽ പോയിക്കൊണ്ട് മുന്നിലെത്തും. സബക്ക എന്ന് പറഞ്ഞാൽ മുന്നിലെത്തി, ഒരാൾ മറ്റൊരാൾ തോൽപ്പിച്ച് കഴിഞ്ഞാൽ സബക്ക എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് മുന്നിലെത്തുന്നവരായ മലക്കുകൾ. അപ്പോൾ മലക്കുകളുടെ ജോലികളൊക്കെ അവർ വളരെ വേഗത്തിലും വളരെ ഉത്സാഹത്തോടു കൂടിയായിരിക്കും ചെയ്യുക എന്നർത്ഥം. ഫൽ മുദബ്ബിറാത്തി അമ്ര, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരായ മലക്കുകൾ. ദബ്ബറ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു, തദ്ബീർ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. അപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരായ മലക്കുകൾ. അല്ല, ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും,
ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളെ പറ്റി മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ട് അവർ തെളിവാക്കാറുണ്ട്. മലക്കുകൾ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് കാണാം. ഈ ചോദ്യം ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം ഇവർ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ, മുവഹിദീങ്ങൾ മലക്കുകളെക്കുറിച്ച് വിശ്വസിക്കുന്നത് പോലെയുള്ള നിയന്ത്രണമാണോ? അല്ലെങ്കിൽ അള്ളാഹും റസൂലും മലക്കുകളെക്കുറിച്ച് പറഞ്ഞ പോലെയുള്ള നിയന്ത്രണമാണോ? അപ്പോൾ മലക്കുകൾ എങ്ങനെയാണ് ലോകം നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരുന്നു, മീകായിൽ അലൈഹിസ്സലാം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് മഴ വർഷിപ്പിക്കുന്നു, അതുപോലെ ചെടികൾ മുളപ്പിക്കാൻ പറഞ്ഞ സ്ഥലത്ത് മുളപ്പിക്കുന്നു മീകായിൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഓരോ മലക്കിനും അള്ളാഹു കൊടുത്ത ഉത്തരവാദിത്തം അവർ ചെയ്യുന്നു. ഇതാണ് മലക്കുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. എന്നാൽ ഇവർ പറയുന്ന നിയന്ത്രണം ഇങ്ങനെയാണോ? ഒരു വലിയന് മഴ പെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം, വേറൊരു വലിയന് പർവ്വതങ്ങളെ പിടിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്തം, ഇങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അങ്ങനെ അള്ളാഹു ഏൽപ്പിച്ചു എന്നാണോ? അല്ല. നേരെ മറിച്ച് ഒരേ വലിയ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയാണ്. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? കുൻ ഫയക്കൂൻ, ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അങ്ങനെയാണ് വലിയ ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് ഇത്തരം ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് കുഫ്റാണ്. ഇബ്നു ഹജർ അൽ ഹൈത്തമി ഷാഫി മദ്ഹബിലെ വലിയ ഫഖീഹായിരുന്നു. ഇത്തരം ആളുകളൊന്നും നിഷേധിക്കാത്ത വലിയ ആലിമായി കാണുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വമിമ്മ യകൂനു മിനദ് ദുആഇ കുഫ്റ, കുഫ്റാകുന്ന ദുആക്കുള്ള ഒരു ഉദാഹരണം പറയാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് തന്നെ കുഫ്റാകുന്ന സന്ദർഭമുണ്ട്. എപ്പോഴാണ്? അൻ യത്ലുബ അദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു, മാദല്ലൽ ഖാതിഉൽ അഖ്ലി അല നഫ്യിഹി, അസംഭവ്യമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, സംഭവിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുക. മിമ്മ യുഹില്ലു ബി ഇജ്ലാലിർ റുബൂബിയ്യ, റബ്ബിൻ്റെ സ്ഥാനത്തെ കളങ്കപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കുക ചോദിക്കുന്നത്. ഏതുപോലെ? കഅൻ യഅ്ളുമ ശൗഖുദ്ദാഇ ഇലാ റബ്ബിഹി, ഒരാൾ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടിപ്പോയി. അങ്ങനെ അവൻ എന്ത് പറയുന്നു? ചോദിച്ചതിൽ അവൻ്റെ ദുആയിൽ ഫയസ്അലുഹു അൻ യഹില്ല ഫീ ഷൈഇൻ മിൻ മഖ്ലൂഖാതി, അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ നിൻ്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടി, അതിലേക്ക് നീ ഇറങ്ങി വരണം, ആ സൃഷ്ടിയിൽ നീ ലയിച്ചു ചേരണം. എന്തിനു വേണ്ടി? ഹത്ത ഇജ്തമി അബിഹി, അള്ളാഹുവിനോട് കൂടിച്ചേരാൻ വേണ്ടി. അല്ലേ, അള്ളാഹു ഒരു സൃഷ്ടിയിലേക്ക് ഇറങ്ങി വന്നാൽ ആ സൃഷ്ടിയെ പോയി പിടിച്ചാൽ മതി, അപ്പോൾ പിന്നെ അള്ളാഹുവിനെ തൊട്ട സന്തോഷമുണ്ടാകും. അതിനു വേണ്ടി. ഔ അൻ യജ്അല ലഹു, അല്ലെങ്കിൽ തനിക്ക് ഒരു സംഗതി, ഒരു കഴിവ് കിട്ടണം. എന്താണ് കഴിവ്? അത്തസറുഫ ഫിൽ ആലമി ബിമാ അറാദഹു, താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അത് ചോദിക്കുക എന്ന് പറയുന്നത് കുഫറാണ്. കാരണം അത് റുബൂബിയത്തിൽ കളങ്കം വരുത്തുന്ന, അള്ളാഹുവിന് നിരക്കാത്ത, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തിൽ ചെയ്യുന്ന കളങ്കമാണ്, അക്രമമാണ് എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈത്തമി പറയുന്നത്. ഈ വിശ്വാസമാണ് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൊണ്ട് ഔലിയാക്കളെക്കുറിച്ച് പറയുന്ന ആളുകൾ വെച്ച് പുലർത്തുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, പലരും ഇങ്ങനെ പറയുമ്പോൾ ഒരു ന്യായം പറയാറുള്ളത് എന്താണ്? ഇങ്ങനെയുള്ള നിയന്ത്രണം അത് ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാതെ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വലിയ ലോകം നിയന്ത്രിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചാലേ അത് കുഫറും ശിർക്കും ആവുകയുള്ളൂ. അത് ശരിയാണോ? ശരിയല്ല. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മക്കാ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലും. എന്താണ് അവരുടെ തൽബിയത്ത്? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കാളികളുമില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും ഖദ് ഖദ്, നിങ്ങൾക്ക് നാശം, ഇത്രയും പറഞ്ഞാൽ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം അവരിനി ഒരു വാക്കുകൂടി പറയാൻ പോകുന്നുണ്ട്, അത് പറയരുത് എന്ന് പറയും. ഫയഖൂലൂൻ, അവർ പറയും, ഇല്ലാ ശരീകൻ ഹു വലക്, ഒരു പങ്കാളി ഒഴികെ, അതാ ഒരുവിധം പങ്കാളികൾ ഒഴികെ, തംലിക്കുഹു വമാ മലക്, അവരൊക്കെ നിൻ്റെ അധീനതയുള്ളവരാണ്, അവരുടെ നിയന്ത്രണം നിൻ്റെ കയ്യിലാണ്. അല്ലാഹുവേ നിനക്ക് പങ്കാളികളുണ്ട്, ആ പങ്കാളികൾ നിൻ്റെ കീഴിലാണ്, നീയാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്ന് അവർ പറയുമായിരുന്നു. അത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇവരിത് പറയാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വൈലക്കും ഖദ് ഖദ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം ഇതായിരുന്നു. അവരുടെ ഔലിയാക്കളും ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ കീഴിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ ഈ ലോകം നിയന്ത്രിക്കുന്നത്, അതിന് അങ്ങനെ നിയന്ത്രിക്കാനുള്ള കഴിവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ തന്നെ കാഫിറാകും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അത് നമ്മൾ മാറ്റിവെച്ചാൽ പോലും ആർക്കാണ് ഇങ്ങനെയുള്ള കറാമത്തുകൾ ഉണ്ടാവുക? കറാമത്ത് എന്നാണല്ലോ പറയുന്നത്, ഈ നിയന്ത്രണ അധികാരം അള്ളാഹു കൊടുത്തതാണ് എന്നാണല്ലോ പറയുന്നത്. അള്ളാഹു ആർക്കാണ് ഇങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ അത് സ്വാലിഹ്യങ്ങളായ ആളുകൾക്കല്ലേ അള്ളാഹു കറാമത്തുകൾ കൊടുക്കുക. ലോകം നിയന്ത്രിക്കാനുള്ള അധികാരം കൊടുക്കുക എന്നല്ല,
അതാർക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു അത്ഭുതം അള്ളാഹു ഒരാൾക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അത് ആർക്കാണ് കൊടുക്കുക? സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക്. ഇങ്ങനെ ലോകം നിയന്ത്രിക്കുന്നവരെന്ന് പറയപ്പെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്താണ് അവസ്ഥ? റമദാനിൽ പരസ്യമായി ഭക്ഷണം കഴിക്കുക, വേറെ ആളുകളെ നിർബന്ധിച്ച് നോമ്പ് മുറിപ്പിക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്കാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്തുകൾ കൊടുക്കുക? അല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഒരു ചോദ്യം ഇവരോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ പറയുന്ന ഔലിയാക്കളെന്ന് പറയുന്ന ആളുകൾ, അവർക്ക് മലക്കുകൾക്കുള്ളതുപോലെ അള്ളാഹു കഴിവ് കൊടുത്തിരിക്കുന്നു എന്നാണ് വാദിക്കുന്നത്. നമുക്കറിയാം ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് വഹി കൊണ്ടുവരാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തു, മീകായിലിന് മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? വഹിയിലൂടെ. ഞാൻ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറഞ്ഞ ആൾക്ക് ആ അറിവ് എവിടെ നിന്ന് കിട്ടി? വഹി ഉണ്ടാകണം. വഹിയില്ലാതെ പറയാൻ സാധിക്കുകയില്ല ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന്. അങ്ങനെ അള്ളാഹു ഒരാളെ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ ആ ഏൽപ്പിച്ച വിവരം വഹിയിലൂടെ അല്ലാതെ അറിയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വഹി കൊണ്ടുവരുന്ന ആളാണ്. വഹി ഇന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് ജിബ്രീൽ എങ്ങനെയാണ് അറിഞ്ഞത്? അള്ളാഹു വഹിയായി ജിബ്രീലിനോട് പറഞ്ഞു. അള്ളാഹു ജിബ്രീലിനോട് സംസാരിക്കുന്നത് വഹിയാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതുപോലെ അള്ളാഹു സംസാരിച്ചവരോട് ഞാൻ ലോകം നിയന്ത്രിക്കുന്നവനാണ്, നീ ലോകം ഇനി മുതൽ നിയന്ത്രിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തോ ഇവർക്ക്? അതെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? അതുപോലെ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ കഴിവുണ്ടായിരുന്നോ? ലോകം മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവ്? നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നു, അതിൽ എത്രയോ സഹാബത്ത് മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരൊക്കെ കൊന്നു. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയന്ത്രിച്ചില്ല? അപ്പോൾ ഇവർ തിരിച്ച് ചോദ്യം ചോദിക്കും, നബി എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല? അതുപോലെ തന്നെ നമുക്ക് ഈ വലിയൻ്റെ കാര്യത്തിൽ ചോദിക്കാം. ഈ വലിയ ഇവിടെ ഉണ്ടായിരിക്കെ ലോകത്ത് എന്തൊക്കെ അപകടങ്ങൾ നടന്നു, ഇപ്പം എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രളയമുണ്ടായി, കൊറോണ ഉണ്ടായി, പല പല പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊന്നും മുദബ്ബിറുൽ ആലം എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? മരിച്ചു കഴിഞ്ഞാലും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? അവർ തിരിച്ച് ചോദിക്കാറുണ്ട്, അള്ളാഹു എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അള്ളാഹു ഉണ്ടല്ലോ, അതുപോലെ മലക്കുകളുണ്ടല്ലോ. ഇപ്പോൾ മഴ പെയ്യാതെ ആളുകൾ, വരൾച്ച മൂലം ആളുകൾ മരിച്ചു പോകുന്നു, മീകായിൽ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? മീകായിലിന് എവിടെ മഴ പെയ്യിപ്പിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ച സ്ഥലത്താണ് മഴ പെയ്യിപ്പിക്കുക. എന്നാൽ മനുഷ്യനോ, എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, ഒരാൾ ദാഹിച്ച് വലഞ്ഞ് മരിച്ചു പോകണം എൻ്റെ അടുത്ത്, ആ ദാഹിച്ച് വലഞ്ഞ് മരിക്കുന്നവനെ സഹായിക്കൽ എനിക്ക് നിർബന്ധമാണ്, അവൻ്റെ ജീവൻ രക്ഷിക്കൽ. ഇൻഖാദുൻ നഫ്സ്, മരിക്കാൻ പോകുന്ന ആളെ രക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്, മുക്കല്ലഫായ മനുഷ്യന് ബാധ്യതയാണ്, നിർബന്ധമാണ്. മലക്കുകൾ അങ്ങനെയല്ല. അപ്പോൾ നമുക്കറിയാം, ലഹു മുഅഖിബാത്ത് മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന മലക്കുകളുണ്ട്. ഹഫളത്ത്, നമ്മുടെ മുന്നിലും പിന്നിലുമായി അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്. ആക്സിഡൻറ്റിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നൊക്കെ അവർ മനുഷ്യനെ രക്ഷിക്കും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അള്ളാഹു കൽപ്പിച്ചാൽ അവർ സഹായം നിർത്തിവെക്കും. നമ്മൾ അപകടങ്ങൾ സംഭവിക്കും, മരിക്കാം, അപകടങ്ങൾ വരാം. മനുഷ്യനിങ്ങനെയാണോ? നമ്മുടെ മുന്നിൽ ഒരു അപകടം നടക്കുന്നു, നമുക്ക് ആളെ രക്ഷിക്കാൻ സാധിക്കും, നമുക്ക് രക്ഷിക്കാതിരിക്കാൻ പാടുണ്ടോ? പാടില്ല, നമ്മൾ കുറ്റക്കാരാകും. അപ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യൻ സഹായിക്കുന്നില്ല? ഇവിടെ രണ്ട് ഉത്തരമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ അള്ളാഹിനെ പോലെയാണ്, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഈ വലിയും, ആർക്കും അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാകും, വലിയ കുറ്റമായിരിക്കും. എത്രയോ ആളുകൾ മരിക്കുന്നു എന്നിട്ട് സഹായിക്കുന്നില്ല. അപ്പോൾ വളരെ വലിയ ഒരു അബദ്ധമാണ് ഈ പറയുന്നത്. മുസ്ലിമീങ്ങളുടെ ദീൻ ഇല്ലാതെയാക്കി ശിർക്കിലും കുഫറിലും എത്തിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രങ്ങളാക്കാനും മുസ്ലിമീങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കാനും മാത്രം സഹായിക്കുന്ന വാദങ്ങളാണിതൊക്കെ. അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. ഇനി അടുത്ത ആയത്ത്, മലക്കുകളെക്കുറിച്ച് പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം അല്ലാഹു തആല പറയുന്നത് എന്താണ്? യൗമ തർജുഫു റാജിഫ, യൗമ തർജുഫു അറാജിഫ. റാജിഫത്ത് എന്ന് പറഞ്ഞാൽ വിറക്കുന്ന സംഭവം, പിടിച്ചു കുലുക്കുന്ന സംഭവം. ആ സംഭവം സംഭവിക്കുന്ന ദിവസം അഥവാ അന്ത്യദിനത്തെക്കുറിച്ച് പറയുകയാണ്. റാജിഫ എന്നുള്ള വാക്ക് അത് ഗരീബാണ്. അസ്സൈഹ എന്നാണ് എൻ്റെ അർത്ഥം, ഘോര ശബ്ദം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ ഊത്ത്. നമ്മൾ പറഞ്ഞു രണ്ട് ഊത്തുണ്ട്, നഫ്ഖത്തു അസ്സാഖ്, എല്ലാവരും മരിച്ചു വീഴുന്ന ഊത്ത്, അതുപോലെ നഫ്ഖത്തു അൽ ബഅത്ത്, എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ഊത്ത്. ഇതിലെ ഒന്നാമത്തെ ഊത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യൗമ തർജുഫു റാജിഫ തത്ബഉഹ അറാദിഫ, അതിനെ പിന്തുടർന്ന് വരാനുണ്ട് അറാദിഫ,
റാദിഫ എന്ന് പറഞ്ഞാൽ പിറകെ വരുന്നത് എന്നാണ് അർത്ഥം. റദിഫ എന്ന് പറഞ്ഞാൽ പിറകെ വന്നു. അല്ല, നമ്മൾ ഹദീസിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൻ്റെ പുറകിൽ ഒരു സഹാബിയെ ഇരുത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഹദീസിൽ കുന്തു റദീഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലിരിക്കുകയായിരുന്നു വാഹനപ്പുറത്ത്. അപ്പോൾ റദിഫ എന്ന് പറഞ്ഞാൽ പിറകിലായി വന്നു. തത്ബഉ ഹറാദിഫ എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഊത്തിൻ്റെ പിറകിലായി വരാനുണ്ട് രണ്ടാമത്തെ ഒരു ഊത്ത്, അഥവാ അന്നഫഖത്തു സാനിയ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ്. അന്ന് എന്തായിരിക്കും അവസ്ഥ മനുഷ്യരുടെ? ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, അന്ന് ചില മനസ്സുകൾ പേടിച്ച അവസ്ഥയിലായിരിക്കും. വാജിഫ എന്ന് പറഞ്ഞാൽ വജഫ എന്ന് പറഞ്ഞാൽ പേടിച്ചു, അതും ഗരീബായ ഒരു വാക്കാണ്. ഖായിഫത്തുൻ ഷദീദത്തുൽ ഇൽത്തിറാബ്, അങ്ങേയറ്റം പേടിച്ച് വറക്കുന്നത് എന്നാണ് വാജിഫ എന്ന് പറഞ്ഞാൽ അർത്ഥം. വജഫ അൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഇൽത്തറബ, ഒരാളുടെ മനസ്സ് പേടിച്ച് വറച്ചു, അതിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു, അതാണ് വജഫ യജിഫു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഖുലൂബുൻ എന്നുള്ളത് അറബി വ്യാകരണത്തിൽ നക്കിറ എന്ന് പറയും, അലിഫ്ലാമില്ലാത്ത ഇസ്മ. അൽ ഖുലൂബ് എന്നല്ലല്ലോ പറഞ്ഞത്, അൽ ഖുലൂബ് യൗമഇദിൻ വാജിഫ എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ചില മനസ്സുകൾ എന്നാണ് അർത്ഥം. അതിനർത്ഥം എന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? മറ്റു ചില ആളുകൾ അന്ന് സമാധാനത്തിലായിരിക്കും. അപ്പോൾ മുഅ്മിനീങ്ങൾ അന്ന് സമാധാനത്തിലായിരിക്കും. മരണസന്ദർഭത്തിൽ മാത്രമല്ല, അതിന് ശേഷമുള്ള ആഖിറത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായിരിക്കും. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അബ്സാറുഹ ഖാശിഅ, ഇനി പേടിച്ച ആളുകൾ, മനസ്സ് അങ്ങേയറ്റം പേടിച്ച് വരച്ച ആളുകൾ, അബ്സാറുഹ അവരുടെ കണ്ണുകൾ, ഖാശിഅ അതും പേടിച്ച അവസ്ഥയിലായിരിക്കും. അല്ലെ, മനസ്സിൽ പേടിയുണ്ടായാൽ അത് കണ്ണിൽ കാണും, അവൻ്റെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാകും. യഖൂലൂന അവർ പറയും, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. യഖൂലൂന അവർ പറയുന്നു, അഥവാ മക്കാ മുശ്രിക്കുകൾ. ഇപ്പോൾ വിഷയം മാറി, ഇനി മക്കാ മുശ്രിക്കുകൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ ആയത്തുകളിൽ മരണാനന്തര ജീവിതത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അത് വരാനുള്ളതാണ് എന്നും പറഞ്ഞു. അതാണ് ഒന്നാമത്തെ വിഷയം ഈ സൂറത്തിൽ. രണ്ടാമത്തെ വിഷയം ഇത് നിഷേധിക്കുന്നവർക്കുള്ള മറുപടിയാണ്. അത് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. യഖൂലൂന, അല്ല, ചിലപ്പോൾ ചില ആളുകൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ഈ പറയുന്നത് അന്ത്യദിനത്തിൻ്റെ അന്നാണ് പറയുന്നത് എന്ന് വിചാരിക്കും. അല്ല, അന്നല്ല, ഇനി മക്കയിലേക്ക് വരികയാണ്. അപ്പം അന്ത്യദിനത്തെക്കുറിച്ച് പറഞ്ഞു, ഇനി മക്കാ മുശ്രിക്കുകളുടെ അടുത്തേക്ക് വരും. യഖൂലൂന, മക്കാ മുശ്രിക്കുകൾ പറയുന്നു, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. അൽ ഹാഫിറ എന്ന് പറഞ്ഞാൽ അത് ഗരീബായ ഒരു വാക്കാണ്. അവ്വലു ഷൈ എന്നതിൻ്റെ അർത്ഥം ഒരു കാര്യത്തിൻ്റെ തുടക്കം. റജ അർ റജുലു ഫി ഹാഫിറത്തിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ഹാഫിറത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ റജ ഇല അംരിഹിൽ അവ്വൽ, അവൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങി. അല്ല, ഇപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പോൾ വളരെ മോശമായ അവസ്ഥയിൽ ജീവിക്കും, പിന്നെ നന്നായി കുറേ കാലം നല്ലവനായി ജീവിച്ചു, പിന്നെ വീണ്ടും മടങ്ങിയാൽ റജ ഇല ഹാഫിറത്തിഹി അല്ലെങ്കിൽ റജ ഫി ഹാഫിറത്തിഹി എന്ന് പറയും. അവൻ്റെ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി, അവൻ്റെ തുടക്കത്തിലുള്ളതുപോലെ തന്നെ വീണ്ടും മടങ്ങി എന്ന് പറയും. അപ്പോൾ ഇവർ ചോദിക്കുന്നു, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, നമ്മൾ ഇതുപോലെ മടങ്ങും എന്നാണോ പറയുന്നത്? അഥവാ മരണശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിലുള്ള അവസ്ഥയിലേക്ക്, അഥവാ ഇപ്പോൾ ഉള്ളതുപോലെ വീണ്ടും കയ്യും കാലും ഒക്കെ ഉണ്ടായി ആത്മാവ് വന്ന് നമ്മൾ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണോ? ഇദാ കുന്ന ഇളാമൻ നഖിറ, നമ്മൾ നുരുമ്പിയ അസ്ഥികളായി മാറിയതിന് ശേഷം. നഖിറ എന്ന വാക്ക് ഗരീബാണ്. നഖിറ എന്ന് പറഞ്ഞാൽ ബാലിയത്തുൻ മുത്തഫത്തിത, ഉണങ്ങി പൊടിഞ്ഞു പോയ വസ്തു, അല്ലേ? എല്ല് ഉണങ്ങി പിന്നെ എന്ത് ചെയ്യും, പൊടിഞ്ഞു പോകും. അങ്ങനെ പൊടിയായതിന് ശേഷം തിരിച്ചു വരുമെന്നാണോ? ഇത് മുശ്രിക്കുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും മുശ്രിക്കുകളുടെ ഈ വാക്ക് അല്ലാഹു തആല ഉദ്ധരിച്ചത് കാണാം. വഖാലു ഇദാ കുന്ന ഇളാമൻ വറുഫാതൻ ഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞതാണ്. അവർ പറയും, ഇദാ കുന്ന ഇളാമൻ, ഞങ്ങൾ അസ്ഥികളായതിനു ശേഷം, വറുഫാതൻ നുരുമ്പിയതിനു ശേഷം, ഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ, വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്നാണോ? ഖാലു, അവർ പറഞ്ഞു, തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെ മടങ്ങി വരുമായിരുന്നെങ്കിൽ കറത്തുൻ ഖാസിറ. കറത്ത് എന്ന് പറഞ്ഞാൽ മടക്കം, അതും ഗരീബായ ഒരു വാക്കാണ്. കറത്തുൻ എന്ന് പറഞ്ഞാൽ റജ, മടക്കം. അത് വളരെ നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും. അഥവാ അവർ നിഷേധികളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ്. തമാശയായിട്ട് പറയുന്നതാണ്. കാരണം നരകമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നരകത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് വളരെ നഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയും ആയത്തുകളിൽ അവരുടെ പരിഹാസത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അവരോട് അല്ലാഹു തആല താക്കീത് ചെയ്യുകയാണ്, ഫഇന്നമാ ഹിയ, തീർച്ചയായും നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യനാളെന്ന് പറയുന്നത് സജ്റത്തുൻ വാഹിദ, ഒരൊറ്റ ശബ്ദം മാത്രമായിരിക്കും. സജ്റത്ത് എന്ന് പറഞ്ഞാൽ സൈഹത്തുൻ, ഘോര ശബ്ദം എന്നൊക്കെ അർത്ഥം. ഒരൊറ്റ ശബ്ദമായിരിക്കും. അതും സൂറിലുള്ള ഊത്ത്, നഫ്ഖ അൽ ഊല, ഒന്നാമത്തെ ഊത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരൊറ്റ ഊത്ത് മാത്രമായിരിക്കും. അഫൻ, രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അടുത്ത ആയത്തിൽ മനസ്സിലാകും.
ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്തായിരിക്കും. അഥവാ രണ്ടാമതൊന്നും ഊതേണ്ടി വരികയില്ല. ഒറ്റ ശബ്ദത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യും? ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരും. ഫഇദാഹും ബിസ്സാഹിറ, ആ ഊത്തോടു കൂടി അവർ ഭൂമിയിൽ ഒരുമിച്ച് കൂടും. സാഹിറ എന്ന് പറഞ്ഞാൽ തുറസ്സായൊരു പ്രതലം, ളഹ്റുൽ അർദ്, ഭൂമിയുടെ ഉപരിതലം എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് മഹ്ഷറിന് അസാഹിറ എന്നുള്ള പേര് പറഞ്ഞത്? അത് സഹറുൻ എന്ന വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. സഹർ എന്ന് പറഞ്ഞാൽ ഉറക്കം കളയുന്നതിനാണ് സഹർ എന്ന് പറയാം, അല്ലേ? സഹറ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ് സഹറ എന്ന് പറയാം. സഹറ യസ്ഹറു. അപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന സമയമാണ്. മഹ്ഷറിൽ വെച്ച് ആരും ഉറങ്ങൂല. 50,000 വർഷം അവിടെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഉറങ്ങാൻ പോയിട്ട് ഇരിക്കുക പോലുമില്ല, നിൽക്കുകയായിരിക്കും. അതുകൊണ്ടാണ് യൗമുൽ ഖിയാമ എന്നുള്ള പേര് വന്നത്. അന്നാരും ഇരിക്കൂല, എല്ലാവരും തൻ്റെ വിധി എന്തായിരിക്കും, തീരുമാനം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കും. അപ്പോൾ അവരോട് അള്ളാഹു താല പറയുന്ന മറുപടി ഇതാണ്: നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം അതൊരു ശബ്ദം മാത്രമായിരിക്കും, അതോടുകൂടി നിങ്ങളെല്ലാവരും മഹ്ഷറിൽ ഒരുമിച്ച് കൂടും. അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ആദ്യം അള്ളാഹു താല മരണത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ലക്ഷ്യം മരണാനന്തര ജീവിതത്തിൻ്റെ ഭയാനകത ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. മരണാനന്തര ജീവിതത്തിലെ അല്ലെങ്കിൽ പരലോക ജീവിതത്തിൻ്റെ ആഖിറത്തിൻ്റെ ഏറ്റവും ചെറിയ ഘട്ടമാണ് മരണമെന്ന് പറയുന്നത്, തുടക്കമാണ്. അതുതന്നെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായ കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ അതിനേക്കാൾ വലുതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തിൻ്റെ ഗൗരവം പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ആ മരണത്തിൻ്റെ ഭയാനകത വിശദീകരിച്ചു. വന്നാസിയാത്തി ഖർഖ എന്നുള്ള ഒരായത്തിലൂടെ. ആയത്ത് ചെറുതാണെങ്കിലും അതിലുദ്ദേശിക്കുന്ന ആ രംഗം വളരെ വലിയൊരു സംഭവമാണ്. അത് ഹദീസിൽ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പരിഹസിക്കുന്ന ആളുകൾക്ക് മറുപടി ആയിക്കൊണ്ട് ഈ രണ്ടായത്തുകളും പറയുകയുണ്ടായി. ഇത്രയുമാണ് ഈ 14 ആയത്തുകളുടെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ബോധത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ബാക്കിയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.